എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഡിസംബർ 24-ന് കോട്ടയത്ത് ഒരു ആക്സിഡന്റ് നടന്നു. നമ്മുടെ സീരിയൽ ആക്ടറായിട്ടുള്ള സിദ്ധാർത്ഥ് ഒരു വാഹനം എടുത്തിട്ട് ഒരാളെ ഇടിച്ചു. മദ്യപിച്ച് മദ്യലഹരിയിൽ ബോധമില്ലാതാണ് ഈ പുള്ളിക്കാരൻ ഇടിച്ചത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചകളായിരുന്നു, വാർത്തകളായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മളിൽ പലരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഇടിച്ച് ഹോസ്പിറ്റലിലാക്കിയ ആള് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത കാണാം. വാർത്ത കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കരാജാണ് മരിച്ചത്. ക്രിസ്മസ് തലേന്ന് മദ്യലഹരിയിൽ നടൻ ഓടിച്ചിരുന്ന കാറിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തങ്കരാജ് വൈകിട്ടോടെ മരിക്കുകയായിരുന്നു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഘു, അന്ന് ഈ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ചിരുന്ന വാഹനം ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നല്ലോ ഈ തങ്കരാജ്. അദ്ദേഹത്തിന്റെ വ്യക്തി വിവരങ്ങൾ എന്തൊക്കെ, വിശദാംശങ്ങൾ എന്ത്, ഈ കേസിന്റെ ഗതി ഇനി എങ്ങനെ? കേസിന്റെ ഗതി എന്ന് പറഞ്ഞാൽ, മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിനൊരു കേസും, അപകടമുണ്ടാക്കിയതിന് റോഡ് ആക്സിഡന്റിന് ഒരു കേസും, മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു കേസുമാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പുള്ളിക്കാരൻ്റെ പേരിൽ മറ്റ് പല കേസുകളും കൂടെ കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അറിയാൻ സാധിച്ചത്, ശ്രീകണ്ഠൻ നായർ പുള്ളിക്കാരൻ്റെ ചാനലിൽ നിന്നിട്ടുള്ള എല്ലാ പരിപാടിയിൽ നിന്നും ഈ സിദ്ധാർത്ഥിനെ അന്നത്തെ ഈ പ്രശ്നത്തിൽ തന്നെ എല്ലാ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നെല്ലാം നീക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. ബാക്കിയൊക്കെ നാട്ടിൽ നിന്ന് കോട്ടയത്തെത്തി ലോട്ടറി കച്ചവടം നടത്തുന്ന ആളാണ് തങ്കരാജ്. അപകടമുണ്ടായ നാട്ടകത്ത് മറ്റൊരു കാര്യം, കോട്ടയത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാളാണ് ഈ തങ്കരാജ്. അതായത് അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി വിൽക്കുന്നു. തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാളും അതിസമ്പന്നനായ ഒരാൾ മദ്യപിച്ച് മദ്യലഹരിയിൽ മറ്റൊരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും ഈ അയാളുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചൊരു കാര്യം, അതായത് ഒരു സീരിയൽ നടൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രം സംഭവിച്ചൊരു അപകടത്തിൽ നഷ്ടപ്പെട്ടത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളുടെ ജീവിതമാണ്. സമീപം തന്നെയാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നതും വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. മൂർത്തി പറഞ്ഞതുപോലെ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയാണ് സിദ്ധാർത്ഥ് ഓടിച്ചിരുന്ന വാഹനം മറ്റു വാഹനങ്ങളിലൊക്കെ നിരന്തരം അപകടമുണ്ടാക്കി വന്നതിന് ശേഷം ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജിനെ ഇടിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വളരെ അബോധാവസ്ഥയിലായിരുന്നു സിദ്ധാർത്ഥ്. നാട്ടുകാരൊക്കെ ആയിട്ട് വഴക്കിടുകയും നാട്ടുകാർ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതിനുശേഷം സിദ്ധാർത്ഥിനെ, അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ള വകുപ്പായിരുന്നു ചുമത്തിയിരുന്നത്. അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ സിദ്ധാർത്ഥിനെ വിടുകയായിരുന്നു. തങ്കരാജ് അന്ന് മുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടിയിൽ തങ്കരാജിൻ്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഇത്രയും നാളും ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരണം ഉണ്ടായ സ്ഥിതിക്ക് സിദ്ധാർത്ഥ് ശിവയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സാധാരണ നിലയിൽ അപകടമുണ്ടായാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തുക. പക്ഷേ ഇവിടെ മദ്യപിച്ചു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നരഹത്യ വകുപ്പ് തന്നെ ചുമത്താനുള്ള സാധ്യതയുണ്ട്. അതായത് മദ്യപിച്ചു എന്നുള്ളത് പുള്ളിക്കാരൻ്റെ മേളിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് മാറി. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ഡിസംബർ 24-ന് ആള് മദ്യപിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം റോഡിൽ കൂടെ അതീവ വേഗത്തിൽ ബോധമില്ലാതെ വാഹനം ഓടിച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആൾക്കാർ പ്രധാനമായും രണ്ടായിട്ട് വേർതിരിഞ്ഞിട്ടാണ് ഇതിനകത്ത് സംസാരിച്ചത്. ഒരുപക്ഷെ ആളുകൾ ആദ്യമായിട്ട് മദ്യപിക്കുന്ന മനുഷ്യനാണ് അവൻ, ഒരു ചെറുപ്പക്കാരൻ 24-ാം തീയതി ആഘോഷമായിട്ട് മദ്യപിച്ച് റോഡിലിറങ്ങി ഒരു അപകടം നടന്നു, ഇതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് സംസാരിക്കുന്ന ഒരു വിഭാഗവും, അവൻ മദ്യപിച്ച് വഴിയിലിറങ്ങി അവൻ തട്ടി, അവൻ്റെ പൈസയുടെ കൊന്തളിപ്പാണ് അവൻ കാണിച്ചത്, അവൻ മറ്റവനാണ്, അവൻ്റെ കഴുത്ത് ഞെരിച്ചവനെ കൊല്ലണമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം രംഗത്തിറങ്ങി. ഇതിനകത്ത് ഞാൻ സംസാരിച്ചത്, ഇയാൾ മദ്യപിച്ച് വാഹനം അപകടം ഉണ്ടാക്കിയത് തെറ്റാണ്, മദ്യപിച്ച് വാഹനം എടുക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇയാളുടെ കഴുത്തെ കൂടി, ഈ സിദ്ധാർത്ഥിന്റെ കഴുത്തെ കൂടി ഇട്ട് കുറെ ആൾക്കാർ വലിഞ്ഞു മുറുക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ തെറ്റാണ്. ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചു, മരിച്ചത് നമ്മൾ വലിയ വാർത്തയായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ കഴുത്തെ കൂടെ വലിഞ്ഞു മുറുകി അയാളെ കൊന്നിരുന്നെങ്കിലോ, അത് മറ്റൊരു സംഭവം. വഴിയാത്ത മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരുത്തനെ നാട്ടുകാരൻ കഴുത്തി ഞെരിച്ച് കൊന്നു, അത് മറ്റൊരു വാർത്തയാണ്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ ആക്സിഡന്റ് നേരിട്ട് കണ്ടു നിന്നിരുന്ന ഐശ്വര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി
അവരുടെ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഈ വാഹനം ഇടിച്ച ആള് മരണപ്പെടാനാണ് സാധ്യത, അയാൾക്ക് അത്ര വലിയ ക്ഷതമാണ് ഏറ്റത്, അയാളെ ഇടിച്ച് തെറിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പേഴ്സണലായിട്ടും പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ഇപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അവരിത് ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോയുടെ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാം. വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇവളാണോ തീരുമാനിക്കുന്നത്, എന്നിട്ടാണോ അദ്ദേഹം ഡിസ്ചാർജ് ആയത്? അങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യുന്നവർ പല തോന്നിയ പറയും. കുറേ ആൾക്കാർ പറഞ്ഞു എന്നിട്ടാണോ അയാൾ ഡിസ്ചാർജ് ആയെന്ന് നമുക്കാർക്കും യാതൊരു അറിവുമില്ല. ഈ ഇടിച്ച വ്യക്തി ആരാണെന്ന് പോലും നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. അപ്പം അത് കണ്ടു നിന്നൊരാൾ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ തീവ്രത നമുക്ക് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും അന്തം കമ്മി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അയാളെ എതിർക്കുകയും അതുപോലെ അന്തം കമ്മി ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അയാളെ അനുകൂലിക്കുകയും അല്ലാത്ത കുറേ ആൾക്കാർ അയാളെ എതിർക്കുകയും ചുരുക്കം ചില ആളുകൾ മാത്രം യാഥാർത്ഥ്യത്തിലേക്ക് സംസാരിക്കുകയും ചെയ്തു. മോശം കമന്റുകൾ വന്നു. ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞത് സിദ്ധാർത്ഥ എന്നൊരാളെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാണ്. അത്ര ഭീകരമായ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ച ഒരാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ആക്സിഡന്റിന്റെ തീവ്രതയാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ച ഒരാൾ ജീവനോടെ തുടരാൻ തന്നെ സാധ്യത വളരെ കുറവായിരിക്കുന്നത്. ഇവർക്ക് അതിൻ്റെ പേരിൽ വളരെയധികം നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളും എല്ലാം കിട്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്ന സാധനത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്, ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ അന്ന് ഈ വിഷയം നടന്നപ്പോഴത്തേനും ഇതിനെ വളരെയധികം അനുകൂലിച്ച് വന്ന ഒരാളാണ് ബിഗ് ബോസ് താരം ജിഷിൻ മോഹൻ. ജിഷിൻ മോഹൻ പറഞ്ഞ സാധനം നമുക്കൊന്നുകൂടെ കേൾക്കാം. ജിഷിൻ മോഹൻ ആദ്യമേ പറയുന്നുണ്ട് ഈ സാധനം ഞാൻ ലഘൂകരിക്കുകയല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന തെറ്റാണ്, പക്ഷേ പുള്ളിയുടെ ഈ പക്ഷേയിലാണ് പ്രശ്നം. നമുക്ക് ഒന്നുകൂടെ കാണാം. പ്രബുദ്ധമായിട്ടുള്ള കേരളം പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. ജിഷൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ആഹാരമില്ലാതെ വിശന്ന് ആ വിശപ്പ് മാറ്റാൻ വേണ്ടി മോഷണം നടത്തിയ ഒരാളും ആഹാരം കൂടിപ്പോയതിന്റെ പേരിൽ മദ്യപിച്ച് റോഡിൽ കൂടെ പോയിരുത്തനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയ ആളും രണ്ടും ഒന്നല്ല, രണ്ട് സിനാരിയോ ആണ്. അവരെ രണ്ടും കമ്പയർ ചെയ്യാതിരിക്കുന്നതായിരുന്നു കുറച്ച് ഉള്ളത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇവിടെ പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. എന്തേ, അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഈ ഒരു പോയിന്റിനോട് എനിക്ക് യോജിപ്പില്ല. അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവനെ നിങ്ങൾ ചവിട്ടിത്താത്തതെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഒരു ആക്സിഡന്റ് വ്യാപ്തിയെക്കുറിച്ചിട്ട് ഈ പല ആൾക്കാരും പറയുമ്പോഴൊന്നും ഇവർ ചിന്തിക്കുന്നെന്താ, ഞങ്ങൾ സെലിബ്രിറ്റികൾ രണ്ട് പെഗടിച്ച് കഴിഞ്ഞത് ഇത്ര വലിയ പ്രശ്നം, നിങ്ങൾ സാധാരണക്കാർ നമ്മൾ സെലിബ്രിറ്റി, ഈ ഒരു സ്റ്റാറ്റസിലാണ് ജിഷിൻ സംസാരിച്ചിട്ട് എനിക്ക് തോന്നി ഇതുമല്ല പ്രശ്നം, ഇനിയും കേൾക്കാൻ പോകുന്നതിന് പ്രശ്നം. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്, ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിൽ നിൽക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഇവിടെ ആദ്യമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളൊന്നും അല്ല ഈ സിദ്ധാർത്ഥ്. ഇവിടെ ആദ്യമായിട്ട് വാഹനം ഇടിച്ച് കൊന്ന ആളുമല്ല സിദ്ധാർത്ഥ്. അതുകൂടെ പറയും. ഇവിടെ ആദ്യമായിട്ട് വണ്ടി ഇടിച്ച് മരിച്ച ആള് ഈ വ്യക്തി അല്ല എന്ന് പറയും. ആദ്യമായിട്ട് വണ്ടി ഇടിച്ച് മരിച്ച ലോട്ടറിക്കാരന് ഇയാളല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാവുന്ന ഒരാളാണെന്നും പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴത്തേനും അതിനകത്തൊരു മര്യാദയൊക്കെ വേണം. അത് ന്യായീകരിക്കാൻ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ജിഷിൻ മോഹൻ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, കേരളത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളൊന്നും അല്ല ഈ സിദ്ധാർത്ഥ്. 2024 കണക്ക് പ്രകാരം 3714 ആളുകളാണ് റോഡിലൂടെ വാഹനം ഓടിച്ചിരിക്കുന്ന ആൾക്കാർ ഇടിച്ച് മരണപ്പെട്ടത്. അതെങ്ങനെയാ മദ്യപിച്ച് വാഹനം ഓടിച്ചിടിച്ച് മരണപ്പെട്ടത്? നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കണക്കാണ് പറയുന്നത്. 3714 ആളുകൾ മറ്റൊരുത്തൻ മദ്യപിച്ച് അവന്റെ കൊന്തളിപ്പ് കൊണ്ട് വാഹനം ഓടിച്ചതിൽ മരണപ്പെട്ടത്, ജീവൻ പോയത്, റോഡിൽ കൂടെ പോയ സാധാരണക്കാരന്റെ കേസസ് ആണ് പറഞ്ഞത്. 3714 പേര്. 2023 കണക്ക് നോക്കുകയാണെങ്കിൽ 3764 ഈ പറയുന്ന പോലത്തെ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുകളുണ്ട്. ഇടിച്ച് അപകടപ്പെടുത്തൊന്നുമില്ല, മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുകളുണ്ട്. അതിനകത്ത് തന്നെ 1911 ആൾക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് അവർ ചെയ്തത്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൽ ഇത്രയും പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അത്രയ്ക്ക് വലിയ ക്രൈമാണ് ഇവർ ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി ഭയങ്കരമായിട്ട് വർദ്ധിക്കുമ്പോഴത്തേനും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനൊന്ന് അടിച്ച് പൂസായിട്ട് നഗരം മഹാസാഗരം എന്ന് പറയാൻ വേണ്ടിയിട്ട് മദ്യപിക്കുമ്പോൾ
ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഒരുത്തൻ കുടുംബം എങ്ങനെയും പുലർത്തണമെന്നും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ വന്നത് കാശുള്ളതുകൊണ്ട് ചിലപ്പോൾ സിദ്ധാർത്ഥ ഊരി വരികയായിരിക്കും, ചിലപ്പോൾ പെടുമായിരിക്കും, നമുക്കറിയത്തില്ല. ഏതായാലും ആ കുടുംബത്തിനെ സിദ്ധാർത്ഥിനെ ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. നമുക്കിപ്പോൾ സംഭവിച്ചു പോയാൽ നമുക്ക് തിരുത്തൊന്നും പറ്റത്തില്ല, അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെ നിങ്ങൾ ഫിനാൻഷ്യലിയൊക്കെ ബാക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെങ്കിലും മിനിമം ചെയ്യുക. മാക്സിമം ആളുകൾ മദ്യത്തിനോട് നോ പറയാൻ പറ്റുന്നവർ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളബിളായിട്ട് മദ്യപിക്കുക. പക്ഷെ ഇപ്പോഴും മറ്റേ ഈ കഴുത്തെ കൂടിയിട്ട് മുറുക്കിയ സാധനം ശരിയാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല കേട്ടോ. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇപ്പോൾ സിദ്ധാർത്ഥ് മദ്യപിച്ചൊരുത്തിനെ ഒരാളെ ഇടിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നേക്കാം എന്ന് പറയുന്ന അഭിപ്രായത്തോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. അപ്പോൾ നമ്മൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണത്തിൽ നമ്മളും അനുശോചനം അറിയിക്കുകയാണ്. മറ്റൊരു ഇട്ടാണ് വരെ.